Ultra beats on the track. Ultra beats on the track. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ബഹുമാനപ്പെട്ട മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി, പട്ടറോഡ് കൂട്ടായ്മയുടെ പ്രസിഡന്റ്, മറ്റംഗങ്ങളെ, പട്ടറക്കടയിലെ ഉമ്മമാരെ, മറ്റു നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഓർമ്മക്കൂട്ടിൻ്റെ 2ാം ഭാഗം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതാണ്. വനിതകളുടെ ഒരു ടൂറായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിനു മുമ്പും 2023 ഡിസംബർ 19 മുതിർന്ന പൗരന്മാരെ, ആണുങ്ങളെ നമ്മൾ കൊണ്ടുപോയി. അത് വളരെ സന്തോഷകരവും ആനന്ദകരമായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ കൗതുകവും ഇന്നും അത് ഓർക്കുന്നതുമായ ഒരു സംഭവമായിട്ടാണ് ഉള്ളത്. അതിനേക്കാളും ഉഷാറായിട്ട് നമുക്ക് പോയി വരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി നമ്മുടെ മുജീബ് കാടേരിയെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പേര് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സമയം വൈകുന്നതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും അറിയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ഇവിടുത്തെ കാരണവന്മാരെല്ലാവരും ഉണ്ട്. വളരെ സന്തോഷമുള്ളൊരു സമയത്തിനാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ മുതിർന്ന ആണുങ്ങൾ ഒരുമിച്ച് പോയ പരിപാടി ഇതുപോലെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ അവസരം കിട്ടിയത് ഓർക്കുകയാണ്. ഒരു കണ്ണിന് കുളിർമയുള്ള, മനസ്സിനൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. നമ്മുടെ വല്യമ്മമാരൊക്കെ ഇങ്ങനെ പോകാൻ തയ്യാറായി. രാവിലെ എത്ര നേരത്തെ വന്ന്, സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരും മറ്റൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ എളുപ്പവും സൗകര്യമൊക്കെ ഉണ്ടാവും. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന് അവരെ സംബന്ധിച്ച് ഒരുപാട് ചുറ്റുപാടുകളും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളായിരിക്കും. എന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടായ്മയുടെ ആളുകളെയും മനസ്സ് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സംഗതിയാണ്. നമ്മുടെ ഈ കുറച്ചിങ്ങനെ കുറേയൊക്കെ പ്രായം കുറക്കാൻ, കുറച്ചൊക്കെ പുറത്ത് ഓരോ തെളിച്ചും പൊളിച്ചൊക്കെ ഉണ്ടാവാൻ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വലിയ സംഗതികളാണ് ചെയ്യുന്നത്. ചെറിയൊരു കാര്യമല്ല. കാണുക എന്നുള്ളതല്ല. ഒക്കെ ഇത് തന്നെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നാട്ടുകാരാണെങ്കിലും കാണാത്തവരും ഉണ്ടാവും ഇവിടെ കാരണം കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു കല്യാണോ ഏതെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ട ആളുകളേക്കാരം. അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ ആണെങ്കിലും ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എപ്പോഴും അങ്ങോട്ടും പോകാനോ വരാനൊന്നും പറ്റാത്ത ആളുകളായിരിക്കും. ഒക്കെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് നിന്ന് മുമ്പ് പണ്ടും സംസാരിച്ചൊക്കെ ഇരുന്നിരുന്ന അടുപ്പൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ അടുപ്പൊക്കെ എല്ലാ അർത്ഥത്തിലും വലിയൊരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ദീർഘിച്ച് സംസാരിക്കില്ല, കാരണം നിങ്ങൾക്ക് എത്ര നേരത്തെ പുറപ്പെട്ട് അങ്ങോട്ട് എത്താൻ കഴിയുമോ അത്രയും ആ വെയിലൊക്കെ ചൂടാകുമ്പോഴേക്ക് ഒരു സ്ഥലത്തെത്തിയാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും
ഉചിതമായ സംഗതി എന്നുള്ളതുകൊണ്ട് ബാക്കിയൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ രാവിലെ നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ഇവിടെ ഒന്ന് കണ്ടുപോവാം എന്ന് മാത്രം കരുതിയാണ്. ഏതായാലും നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇതൊക്കെ ഇനിയും തുടർന്നും ഇതിന്റെ കൂട്ടായ്മക്കാർ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിൽ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾക്ക് തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ദീർഘിച്ച് സംസാരിക്കുന്നില്ല. എല്ലാവർക്കും യാത്ര പോകാൻ എത്തിയവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഔപചാരികമായിട്ട് ഞാൻ ഇവിടെ തുടക്കം കുറിച്ചതായി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പട്ടണകടവ് യുവജന കൂട്ടായ്മ ഓർമ്മക്കൂട്ട് 2 വനിതാ വയോജന ഉല്ലാസയാത്ര എന്നാണ് ബോർഡിൽ കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതിൽ വയോജനം വളരെ കുറവാണ്. എല്ലാവരും വളണ്ടിയേഴ്സ് ഉണ്ട്. അല്ല, അതുതന്നെയാണ് നമുക്ക് ആവശ്യം. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഡിസംബർ 19 ആണ് ഇവിടുന്ന് നേരത്തെ ഒരു ഉല്ലാസയാത്ര നടത്തിയത്. ഇപ്പൊ ഇന്ന് ഈ ഉല്ലാസയാത്രക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സുദിനം നിങ്ങളെല്ലാവരും യാത്ര ചെയ്ത് മലമ്പയൊക്കെ പോയി വളരെ ഉല്ലാസത്തോടു കൂടി വീണ്ടും ഇവിടെ തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ, പട്ടണ കൂട്ടായ്മ, ഇത്രയും ഈ കാലത്ത് പല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ കീഴിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള യാത്ര. ഇതിന് എല്ലാവിധ ആശംസ നേരുന്നു. ജയ് ഹാപ്പി. പ്രിയപ്പെട്ട മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അവർ, ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് റിയാസ്, സെക്രട്ടറി സമീർ, പട്ടറോട് കൂട്ടായ്മയുടെ പ്രസിഡന്റ് കുഞ്ഞുമുതാക്ക, മറ്റു ഭാരവാഹികള്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഉമ്മമാരെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നല്ലൊരു തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ ആണുങ്ങളെല്ലാവരും പോയപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്നാ നമ്മള് താമസിയാതെ തന്നെ, എന്നോട് മാത്രമല്ല പട്ടറോട് കൂട്ടായ്മന്റെ യുവജന കൂട്ടായ്മയോടും ഇത് ആവശ്യപ്പെട്ടു. അപ്പൊ അവരത് സ്നേഹപൂർവ്വം ഏറ്റെടുക്കുകയും അത് നല്ലൊരു രീതിയിൽ ഇത്രയും ആളുകളെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു പട്ടർകടവിന്റെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയതിൽ സന്തോഷം അറിയിക്കുന്നു. ഈ പോകുന്ന സന്തോഷം തിരിച്ചും ഇങ്ങോട്ട് ഇതേപോലെ തന്നെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ 2ാമത്തെ യാത്രയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ മലപ്പുറം നഗരസഭ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിക്ക്, പട്ടണകടവ് യുവജന കൂട്ടായ്മയുടെയും നമ്മുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. മറ്റിവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Ultra beats on the track. നമ്മളെ ഒരു
പുതിയ തുടക്കം കുറിക്കാണ്. നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാണ് ഒരുപാട് ആളുകള് ടൂർ പോകും. നമ്മളെ ഫാമിലിയിൽ നിന്നാണെങ്കിലും മറ്റ് മക്കളാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ടാണ്. സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ഒക്കെ പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒന്ന് പോവുക എന്നുള്ളത് അത് നമ്മുടെ ചുരുക്കം ചില നാടുകളിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് നമ്മൾ പട്ടർകടവ്. അതിന് സൗകര്യം കുറിച്ച് തന്ന നമ്മുടെ പട്ടർകടവ് യുവജന കൂട്ടായ്മയെ ആദ്യം തന്നെ നമ്മളതിന്റെ നന്ദി അറിയിക്കണം. അതിന്റെ സംഘാടകർക്ക് വേണ്ടിയിട്ട് എല്ലാവരും അതിന്റെ ഒരു സന്തോഷവും പ്രാർത്ഥനയും അവർക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആദ്യം നമ്മൾ തുടക്കം കുറിക്കണേ എല്ലാവരും അവനവന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം. ഫസ്റ്റ് നമ്മൾ തുടക്കം ഇവിടുന്ന് തുടങ്ങി തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ആഫിയത്ത് നൽകട്ടെ എന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. തുടക്കം നമുക്ക് പ്രാർത്ഥനയോടാവട്ടെ. അസ്സലാമു അലൈക്കും. തുടങ്ങണേ. നമ്മള് ഒരു വിനോദയാത്രയാണ് പോണ്ട്. അപ്പോ നമുക്കറിയാം നമ്മുടെ ഒരുപാട് വീടുകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ബാധ്യതകളും പേറിക്കൊണ്ടാണ് നമ്മൾ സ്ത്രീകള് ഓരോ ദിവസം കഴിച്ചു കൂട്ടുണ്ട്. ഇന്ന് ഈ ബസ്സിൽ കയറിയ എല്ലാവരും അവരുടെ മനസ്സൊന്ന് ഫ്രീ ആക്കുക. സന്തോഷത്തോടു കൂടി ഇന്നത്തെ യാത്ര സ്വീകരിക്കുക. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും മാത്രം യാത്രയിലുണ്ടാവുക. വീട്ടിലുള്ള ചിന്തകളും വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ അവിടെ പട്ടർകടവ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഇനി നമ്മള് ഇപ്പൊ ചിന്തിക്കരുത് ഇനി ആ കുട്ടി എന്താ ചെയ്യാ, ചോറ് കൊടുത്തോ, ചായ കുടിച്ചോ, ചോറ് വന്നോ, ഇനിയിപ്പൊ എന്തെന്ന് കൂട്ടാണ്ടാക്കി, ആ ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ പോവാണ്. നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു ദിവസം മനസ്സ് സന്തോഷത്തോടു കൂടി സന്തോഷമാവാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്. ഇന്നത്തെ യാത്ര ഇങ്ങനെ ഇരുന്നല്ല പോകേണ്ടത്. അവനവന് കഴിയുന്ന കഴിവുകളെല്ലാം പുറത്തെടുക്കാം. പാട്ട് പാടാൻ അറിയുന്നവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാൻ അറിഞ്ഞവർക്ക് ഡാൻസ് കളിക്കാം, ഒപ്പന കളിക്കാൻ അറിയുന്നവർക്ക് ഒപ്പന കളിക്കാം. അല്ലാതെ വെറും ഒരു ഇരുത്തത്തിലൂടെ ഇരുന്ന് അങ്ങറ്റം വരെ ഇരിക്കുകയും അതേപോലെ തിരിച്ചു വരികയല്ല. നമ്മള് ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ടാണ് പോണത്. അപ്പൊ എല്ലാരോടും പറയാനുള്ളത് ഇതേപോലെ നിന്ന് എല്ലാരും എന്തും പറയാം. നിങ്ങൾക്കുള്ള കഴിവ് എന്താണോ അതിവിടെ വന്ന് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. എല്ലാവർക്കും തമ്മിൽ പരസ്പരം പരിചയപ്പെടണം. കാരണം പട്ടർകടവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ബസ്സിലുള്ളത്. അപ്പൊ ഓരോരുത്തരും ആരാണ് എന്നുള്ളതും ആരെ ഭാര്യയാണെന്നുള്ളതും എവിടുന്നാന്നുള്ളതും ഒന്ന് പറയാ, സ്വയം പരിചയപ്പെടണം. അത് ഈ ബസ്സിലെ 46 ആളുകളും ചെയ്യണം. ഫസ്റ്റ് അവനവൻ ആരാണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോ എന്നെ അറിയാത്ത ആളുകൾ ആരുണ്ടാവില്ല. ഞാനും മറിയുമ്മ ഷെരീഫ്, കൗൺസിലറാണ്. പട്ടർകടവ് കിയാൽപ്പടിയിലാണ് താമസം. അതുകൊണ്ട് അറിയാത്തവരാരുണ്ടല്ല. ഇതേപോലെ ഓരോരുത്തരും അവനവൻ ആരാണെന്നുള്ളത് ഒന്ന് പ്രത്യേകം. എനിക്ക് ഈ ഇരുന്ന എല്ലാരെയും അറിയാം. എനിക്കായിട്ടല്ല, ഇവിടെ വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആരൊക്കെയാണെന്നുള്ളതൊന്നും അറിയില്ല. പണ്ട് പരിചയം ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് പരിചയക്കുറവുണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും അതൊന്ന് പ്രത്യേകിച്ച് ഓരോരുത്തരും സ്വയം പരിചയപ്പെട്ട് നമുക്ക് ബാക്കിയുള്ളത് അതിന്റെ ബാക്കി തുടങ്ങാം. മനസ്സൊക്കെ ഒന്ന് വിട്ടില്ലേ? വീട്ടിൽ നിന്ന് പോന്നില്ല എല്ലാരും മനസ്സും ഒന്ന് ബ്രീത്ത് ചെയ്താൽ എല്ലാരും ഒന്ന് ബ്രീത്ത്, എല്ലാരും ഒന്ന് കണ്ണ് ചിമ്പി ഒന്ന് ശ്വാസം ഉള്ളിൽ വലിക്കുക ഇങ്ങനെ. അപ്പൊ ഒന്ന് മനസ്സിലാവും. എല്ലാരും ഒരു 5 മിനിറ്റ് നമ്മളൊരു ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. എല്ലാരും ഒന്ന് കണ്ണ് ചിമ്പ, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഞാൻ പട്ടർകടവ് മൂന്നൂക്കാരൻ മായിപ്പാന്റെ ഭാര്യയാണ്. പുളിക്കപ്പറമ്പിലാണ് താമസം. അസ്സലാമു അലൈക്കും. പേര് പറഞ്ഞ ഖദീജയാണ് പേര്. അസ്സലാമു അലൈക്കും. ഞാൻ പുളിക്കൽ പറമ്പിലാണ് താമസിക്കുന്നത്. ഞാൻ എ.വി. അബ്ബാസിന്റെ ഭാര്യയാണ്, സുലൈഖയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഖദീജ, കോണോത്തോടി വാൽപ്പറമ്പിലാണ്. കോണോത്തോടി മുഹമ്മദ് കുട്ടീൻ്റെ ഭാര്യ. അലൈക്കും. എൻ്റെ പേര് ഷെരീഫ. എൻ്റെ പേര് ഷെരീഫ. ഞാൻ പട്ടർകടവ് കാദർമാഷ വീട്ടിലാണ് താമസം. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഇവിടെ വന്നിട്ട് 18 വർഷമായി. എൻ്റെ മോൻ്റെ പേര് നൗഫലാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലവർക്കൊക്കെ. അവൻ നമ്മളെ കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും.
ഞാൻ ഇരുമ്പൂരിയാണ് റസാഖിന്റെ ഭാര്യ ജമീല. എന്റെ പേര് സൗദാമിനി എന്നാണ്. ഞാൻ പട്ടണക്കടവ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാഷാണ്. അസ്സലാമലൈക്കും. ഞാൻ വേങ്ങക്കൽ പരേതനായ വേങ്ങക്കൽ വീരാൻകുട്ടിയുടെ ഭാര്യയാണ് ആജറുമ്മ, പട്ടർക്കടവ് പള്ളിപ്പടി. അസ്സലാമലൈക്കും. എന്റെ പേര് ആരിഫ. എന്നെ ഒരുവിധം ആർക്കും അറിയണ്ടാവില്ല, കാരണം ഞങ്ങൾ കോട്ടപ്പടിയിൽ നിന്ന് താമസിക്കുന്നതാണ്. 10 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് യൂസുഫ് അലി. ഇവര് സ്ഥിരമായിട്ട് ഗൾഫിലാണ്. ഇവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് നമ്മളെ കൂടെ ഒന്ന് പോരാനായി. അസ്സലാമലൈക്കും. ഞാൻ മൂന്നൂക്കാർ മുസ്തഫയുടെ ഭാര്യ മൈമൂണിയാണ്. ആർമലാണ് താമസം. അസ്സലാമലൈക്കും. കോണാത്തോടി മുസ്തഫയുടെ ഭാര്യ റംല, പട്ടർക്കടവ് പള്ളിപ്പടി. ഹലോ, മങ്കരത്തോടി ഹുസൈന്റെ ഭാര്യ സേബുമ്മ, പുളിക്കപ്പറമ്പിൽ താമസിക്കുന്നു. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ പരേതനായ ഹമീദിന്റെ ഭാര്യയാണ്. എന്റെ പേര് അഫ്സത്ത്. ഞങ്ങൾ പുളിക്കൽ പറമ്പിൽ താമസിക്കുന്നു. എന്റെ മകൻ നുഫൈൽ. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ കോണാത്തോടി കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യയാണ്. എന്റെ പേര് സന്നത്ത്. ഞങ്ങൾ പുളിക്കപ്പറമ്പിൽ താമസിക്കുന്നു. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ മൂന്നൂക്കാരൻ മായിന്റെ ഭാര്യ താമസം. അസ്സലാമലൈക്കും. ഞാൻ മൈനാജിന്റെ ഭാര്യ ഫാത്തിമ ഇപ്പടി. ഞാൻ സെമീറിന്റെ പെങ്ങളാണ്, സൗദ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് ഫാത്തിമ. ഞങ്ങൾ സെമീറിന്റെ പെങ്ങളാണ്, വല്യങ്ങാടി താമസം. നമ്മുടെ തച്ചോത്ത് കുഞ്ചന്റെ ഭാര്യ. ഇങ്ങനല്ലേ വിളിക്കാൻ. ഹലോ, എന്റെ പേര് ആസിയാണ്. ഞാൻ പാൽപ്പറമ്പിലാണ് പാർക്കണത്. ഇവിടുന്ന് അവിടെ എത്തി, അവിടുന്ന് ഇങ്ങോട്ട് എത്തി, സന്തോഷത്തോടെ നിങ്ങൾ എത്തിക്കിട്ടെ ടാമി. ഹലോ, ഞാൻ പരേതനായ കണ്ണേകുന്നം വീരാന്റെ ഭാര്യയാണ്, വാൽപ്പറമ്പിൽ താമസം. അസ്സലാമലൈക്കും. എന്റെ പേര് സാഹിറ, പുളിക്കപ്പറമ്പ് താമസിക്കുന്നു. സുബേറിന്റെ ഭാര്യയാണ്. അസ്സലാമലൈക്കും. എന്റെ പേര് ഷാഹിദ, പുളിക്കപ്പറമ്പിൽ താമസം, അസീസിന്റെ ഭാര്യ. എന്റെ പേര് സഫിയ. ഞാൻ ഹംസയുടെ ഭാര്യ, പാറമ്മലാണ് താമസം. ഞാൻ ഉസ്മാന്റെ പെണ്ണുങ്ങളാണ്, സഫിയാണ്, പുളിക്കൽ പറമ്പിലാണ്. അസ്സലാമലൈക്കും. ഞാൻ വിളക്കത്തര ഹംസന്റെ ഭാര്യയാണ്, പുളിക്കപ്പറമ്പിലാണ് താമസം. അസ്സലാമലൈക്കും. ഞാൻ ഫാത്തിമയാണ്, പമ്പസിന്റെ അവിടെയാണ്. ഈ കുട്ടാത്താട്ട് മകളാണ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. കളപ്പാടൻ റസാഖിന്റെ ഭാര്യയാണ്, പള്ളിപ്പടിക്കലാണ് താമസം. അസ്സലാമലൈക്കും. ഹലോ, എന്റെ പേര് ഷബില, പാലാമ്പടിയിൽ ബഷീറിന്റെ ഭാര്യയാണ്, പുളിക്കപ്പറമ്പിൽ താമസിക്കുന്നു. ഇതിൽ പോരുന്ന വാളണ്ടിയറാണ് ഞാൻ. അസ്സലാമലൈക്കും. എന്റെ പേര് ജമീല, പരേതനായ സ്വാമിക്കൽ മൂസക്കുട്ടിയുടെ ഭാര്യയാണ്, പുളിക്കപ്പറമ്പിൽ താമസിക്കുന്നു. ഷബീബിന്റെ ഉമ്മ. പട്ടർക്കടവ് കീഴ്പടി താമസിക്കുന്നു. അറുപതോടെ അബ്ദുൽ നാസറിന്റെ ഭാര്യയാണ്. അസ്സലാമലൈക്കും. ഞാൻ സുറാമിക്കൽ മുഹമ്മീന്റെ ഭാര്യയാണ്, പട്ടർക്കടവിലാണ് താമസിക്കുന്നത്. അസ്സലാമലൈക്കും. എന്റെ പേര് വിജയ, വെടിയത്ത് വേലാത്തിന്റെ ഭാര്യയാണ്, പട്ടർക്കടവ് പാറമ്പ് താമസിക്കുന്നു. ഹലോ, പെണ്ണുങ്ങളെ. ഹലോ, ഞാൻ പട്ടർക്കടവ് വേലുക്കുട്ടിയുടെ ഭാര്യ, വെടിയത്ത് വേലുക്കുട്ടിയുടെ ഭാര്യ മീനാക്ഷി. നമസ്കാരം. ഹലോ, ഞാൻ വെളിയത്തയ്യപ്പന്റെ ഭാര്യ പ്രസന്ന. അസ്സലാമലൈക്കും. ഞാൻ പട്ടർക്കടവ് അബ്ദുൽ കരീമിന്റെ ഭാര്യ ഫാത്തിമ, പട്ടർക്കടവ് പാറമ്പൽ താമസിക്കുന്നു. അസ്സലാമലൈക്കും. ഞാൻ കാപ്പാട് ബഷീറിന്റെ ഭാര്യ. ഹലോ, എന്റെ പേര് റജിന, ഞാൻ പട്ടർക്കടവ് പെൺകുട്ടിയുടെ ഭാര്യ. ഹലോ, ഞാൻ പട്ടർക്കടവ് അബീബ് റഹ്മാന്റെ ഭാര്യ ഫാത്തിമ. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ ഫാത്തിമ സുഹറ, എൻ്റെ പേര്. പിന്നെ ഞങ്ങളെ പഴയ പോസ്റ്റ്മാൻ്റെ ഭാര്യയാണ്.
ആയിഷ പണി വയ്ക്കും. ഫാത്തിമ. എൻ്റെ പേര് ഫാത്തിമ. വില്ലൻ ഫാത്തിമ. ഖദീജ മരത്തുംപള്ളി. പോത്തുപള്ളി കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ. മറിയമ്മ പട്ടർകടവ്. മറിയമ്മ പട്ടർകടവ് പാറമ്മൽ താമസം. പാത്തുമ്മു അറബി. പേരും പറയണ ഭർത്താവിന്റെ പേരൊക്കെ പറയണ. പാത്തുമ്മു അറബി ഭർത്താവ് വാപ്പു അറബി വാപ്പു. ഭർത്താവിന്റെ പേര് ഖാദർ മാസ്റ്റർ, ഭാര്യ ഖദീജ, പട്ടറവ് അറബി. പേര് പിന്നെന്തേ പറയണ? ഷാനിദ മൂന്നുകാരൻ ഹൗസ്. പിന്നെ നമ്മളെ ഉല്ലാസയാത്രയാണ്, നമ്മളെ വയോജനങ്ങളെ കൂടെയുള്ള യാത്ര. എല്ലാതും നമുക്ക് ലാസ്റ്റ് വരെയും ഈ യാത്ര നല്ല സഫലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ബാപ്പുവിന്റെ ഭാര്യയാണ്. ഈ യാത്ര നല്ല സുഖമായിട്ട് തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ. പട്ടറകടവ് കുളിക്കപ്പറമ്പിലാണ് എൻ്റെ വീട്. എനിക്ക് 4 മക്കളുണ്ട്. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഐഷാബി. പട്ടർകടവ് ടിയാൽപ്പടിയാണ് താമസം. പിന്നെ 4 മക്കളുണ്ട്. ഭർത്താവ് അബ്ദുൽ നാസർ കറവല്ലടി മരിച്ച കൊള്ളു. അസ്സലാമലൈക്കും. എൻ്റെ പേര് റംല. സുബിയുടെ ഭാര്യയാണ്. മക്കൾ 4 മക്കളാണ്. അതെന്തിനാന്ന് വെച്ചാല് നമുക്കറിയാം എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പൊ ഒന്ന് സ്വയം പരിചയപ്പെട്ടു. ഇനി ഇതില് ആർക്കെങ്കിലും അല്ല പാട്ടോ ഇതൊക്കെ പാടാൻ അറിയുന്ന വെച്ചെങ്കില് അവരൊന്ന് പറയാ, അവർക്ക് മൈക്ക് എത്തിച്ചു തരും. അവനവന്റെ കഴിവ് പുറത്തിറക്കാനുള്ള സമയമാണ് ഇപ്പോ. കാരണം നമുക്ക് ഒരുപാട് കഴിവ് സ്കൂൾ പഠിക്കുന്ന സമയത്തും വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ കല്യാണങ്ങളിലൊക്കെ ഒപ്പനപ്പാട്ടുകളൊക്കെ പാടിയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതോടുകൂടി അതൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മുടെ ബാധ്യതയിലേക്കും പ്രാരാബ്ദങ്ങളിലേക്കും ചേക്കേറി നമുക്കതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് അതിനുള്ള അവസരമാണ് നമുക്ക് പട്ടർകടവ് യുവജന കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു അവസരം നിങ്ങൾ ഓരോരുത്തരും മുതലാക്കണം. നിങ്ങൾ ഓരോരുത്തർക്കും മൈക്ക് തന്ന് സംസാരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചത്തിൽ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും ഒന്ന് പറയാ, അവർക്ക് മൈക്ക് എത്തിച്ചേരും. Ultra beats on the track.
ഇപ്പോ നമ്മള് എല്ലാരും യാത്ര തുടങ്ങണേ. ഇപ്പൊ ഭക്ഷണം കഴിച്ച എല്ലാരും ഹാപ്പി ആയില്ലേ? എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ? ഇഷ്ടമില്ലാത്തൊന്നുമില്ലല്ലോ? അതിനാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയല്ല. എന്താണ് നിങ്ങളൊക്കെ ഒരു അഭിപ്രായം നമ്മൾ പോകുന്നതില്? മൈക്കോട്ടെ, നിസ്കരിക്കാൻ നമ്മൾ സമയം ഉണ്ടാവും. നിസ്കരിക്കാൻ നമ്മൾ എവിടെയെങ്കിലും നിസ്കാരം ഒന്നും ഒഴിവാക്കി നമ്മൾ പോവില്ല. മൈക്കോട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, മറ്റു സഹോദരി വോളണ്ടിയേഴ്സ്, വാർഡ് കൗൺസിലർ മറിയമ്മ ഷരീഫ്, എല്ലാവരെയും നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിന്റെ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ഇത് എന്താണ് വേണ്ടത്, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണം, നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ട്രിപ്പ് എന്നുള്ളത് നമ്മൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ട്രിപ്പോട് കൂടിയിട്ട് ട്രിപ്പ് പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഒരു 25-30 വയസ്സിലേക്ക് മാറിയൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അപ്പൊ അതിന് നമ്മുടെ എല്ലാ ആളുകളും, എല്ലാ ഉമ്മമാരും അത് നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ വനിതാ വളണ്ടിയേഴ്സും വാർഡ് കൗൺസിലറും മറ്റു നമ്മുടെ സംഘാടകരും നൽകുന്നതാണ്. ഇതോടെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. 2023 ഡിസംബർ 19-ാം തീയതി നമ്മൾ ഓർമ്മക്കൂട്ടിന്റെ ഫസ്റ്റ് ടൂർ പട്ടർകടവിലെ പ്രായമുള്ള ഉപ്പമാരെ, അച്ഛന്മാരെ നമ്മൾ കൊണ്ടുവരുന്നത്. അതിന് റിപ്പീറ്റ് എന്നോണം നമ്മോട് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മക്കൂട്ടിന്റെ 2ാം ഭാഗമായ ഇന്ന് നമുക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി. ഇതിൽ നമ്മുടെ ഉമ്മമാർ പലരും ടൂർ പോകാത്ത ആളുകളുണ്ടാവും. അതായത് ഈ ഗ്യാപ്പിൽ ഇങ്ങനത്തെ ഒരു സംരംഭത്തിൽ, ഇങ്ങനത്തെ ഒരു പോക്കിൽ ഉണ്ടായിട്ടുണ്ടാവും. അതായത് കുടുംബത്തിന്റെ ഒപ്പം പോയിട്ടുണ്ടാവും, മക്കളെടുത്ത് പോയിട്ടുണ്ടാവും. എന്നാൽ ചങ്ങാഴ്ചകളുടെ, അയൽവാസികളുടെ കൂടെ ടൂർ പോകാനുള്ള ഒരു ഭാഗ്യം, ഇത് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. സലീം പറഞ്ഞ പോലെ 50 കഴിഞ്ഞവരാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ 20-ൽ താഴെ അല്ലെങ്കിൽ 20-ന്റെ കൂടെ ഉള്ള ഒരു എനർജറ്റിക് ഉണ്ടാക്കുകയും പോകുമ്പോൾ തന്നെ അതിൻ്റെതായ എല്ലാ രീതിയിലുള്ള ഉല്ലാസങ്ങൾ, അത് സംസാരത്തിലൂടെയും പാട്ടിലൂടെയും ഡാൻസിലൂടെയും മറ്റെന്താണോ അതൊക്കെ ഉള്ള ഒരു ആഘോഷ വേളയാക്കി, മറക്കാനാവാത്തൊരു അനുഭവമാക്കി ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മളെ പട്ടർകടവിന്റെ കൗൺസിലർ അടക്കമുള്ള മറിയമ്മ അടക്കമുള്ള വളണ്ടിയേഴ്സ് നമ്മൾ മുന്നിട്ടിറങ്ങി കൂട്ടായ്മയുടെ യുവ തലമുറ തന്നെ ഇതിന് ഒപ്പമുണ്ട്. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഔഫുൽ കരമ്പോട്ടാണ്. പട്ടർകടവ് യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 2ാമത്തെ വയോജന യാത്ര. ആദ്യം നമ്മൾ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ കൊണ്ട്, അതിനുശേഷം അവരുടെ ആവശ്യപ്രകാരം തന്നെ 60 വയസ്സിന് മുകളിലുള്ള അമ്മമാരുള്ള യാത്രയാണ്. വളരെ രസകരമായിട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശയം ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് പട്ടർകടവ് യുവജന കൂട്ടായ്മ കൂടിയ ഒരു മീറ്റിങ്ങിൽ നിന്ന് ഊരിത്തിരിഞ്ഞുണ്ടായ ആശയമാണ്. ആശയത്തിന് നാട്ടിലെ ഞങ്ങളുടെ പ്രധാന സംഘടനയായ മാതൃസംഘടനയായ പട്ടർകടവ് കൂട്ടായ്മയുടെ എല്ലാവിധ സഹായ സഹകരണവും എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂട്ടായ്മയുടെ 2ാമത്തെ ഒരു യാത്രയാണിത്. അപ്പോൾ ഈ യാത്രയിൽ ഉമ്മമാരെ കൂടെ എനിക്കും പങ്കെടുക്കാൻ ഒരു യാത്ര ചെയ്യാനൊരു അവസരം കിട്ടി. ഇത് 2ാമത്തെ ട്രിപ്പ്. ആദ്യത്തെ ട്രിപ്പ് ഉപ്പമാരെ യാത്രയായിരുന്നു. അതിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മമാർക്കും അതിനൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂട്ടായ്മയുടെ ഇതിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കി ആ യാത്ര ഇന്ന് തുടരുകയാണ്. അതിനെല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ. അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും. നമ്മള്
എല്ലാവരും ഒരുമിച്ചൊരു യാത്ര പോവാണ്. ഈ യാത്രക്ക് ഒരു മനോഹാരിത ഉണ്ട്. കാരണം നമ്മൾ ഞാനൊക്കെ പല വിധത്തിലുള്ള യാത്രകൾ പോയിട്ടുണ്ട്. കുട്ടികളെ കൂടെ പല സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട്. പക്ഷെ ആ യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് അല്ലേ. നമുക്കറിയാം പ്രായത്തിന്റെ പേരിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളെ സംഗമിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിന് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. കാരണം അവരാ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറക്കി ജീവിതത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റാൻ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും പേരക്കുട്ടികളുടെ കാര്യങ്ങള്, ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് പരിപൂർണമായിട്ട് നിങ്ങൾ ഈ യാത്രയിലേക്ക് തിരിച്ചു വരണം. നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഒരു കാലമുണ്ട്, വളരെ രസകരമായിട്ടുള്ള കാലം. നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്തിട്ടും നമ്മളെ മിഠായികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്കൂളിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള കാക്കാന്റെ കടയിൽ പോയിട്ട് നമ്മൾ പുളിയച്ചാറൊക്കെ വാങ്ങി തിന്ന് പരസ്പരം ശനിയാഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേശ്ശെ വീതം വെച്ചൊക്കെ കഴിച്ചിരുന്ന കാലം. പക്ഷെ ഭക്ഷണം കഴിച്ച സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള കുട്ടിന്റെ അടുത്ത് ചോദിക്കണ്ട ഇന്ന് എനിക്ക് എന്താ കൂട്ടാനെന്നാണ്. ഇന്നത്തെ മാതിരിക്ക് അന്നത്തെ ഒരു പക്ഷേ ഭക്ഷണം സുലഭമായിട്ട് കിട്ടിയിരുന്നൊരു സാഹചര്യമാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൂട്ടാനൊക്കെ ഒരുമിച്ച് കൂട്ടി എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തേക്ക് നമ്മൾ തിരിച്ചു അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള യാത്രകൾ നമുക്ക് ആനന്ദകരമാക്കാൻ പറ്റും. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ യാത്രയിൽ നിങ്ങൾ മനസ്സ് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഈ യാത്രയിൽ വളരെ രസകരമായിട്ട് പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രണ്ടാമത് വയോജന യാത്രയാണ്. പട്ടകട യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഉല്ലാസയാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ യാത്രയെ അപേക്ഷിച്ച് രണ്ടാമത്തെ യാത്രയാണ് ഒന്നുകൂടെ ആളുകൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. വയോജന യാത്രയാണെങ്കിലും അതിൻ്റെതായ ഒരു ലക്ഷണവും ഇതിൽ കാണുന്നില്ല. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് യുവതികളെ പോലെ എല്ലാവരും ആരോഗ്യത്തോടെയാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ അവസാനം വരെ എല്ലാവിധ അന്വേഷണത്തോടു കൂടി തിരിച്ചു വരാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.